എടാ വൈകിട്ട് പടത്തിന് പോകാൻ ഞാൻ കാണൂല, നിങ്ങൾ പോയിട്ട്. അതെന്ത് വർത്താനോടാ അത്? എല്ലാ തവണ നീ വന്നതല്ലേ, നിനക്കുള്ള ബുക്ക് ചെയ്യുകയും ചെയ്തു. ഇനി ഞാൻ അവിടെ ആരെ പിടിച്ച് കയറ്റാനാണ്? എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എവിടെയാ? ഞങ്ങൾ ഈ കാറിന് അടുത്തെത്തി. എടാ ഞാൻ വരുന്നില്ല, നിങ്ങൾ ആഘോഷിച്ചോ. അതെന്താ നീ വന്ന കുഴപ്പം? എടാ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസയൊക്കെ ആവും, എൻ്റെ ഇപ്പം മറിക്കാനൊന്നുമില്ല. എടാ നീ പൈസയുടെ കാര്യം ഇപ്പൊ ആലോചിക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാന്ന്. എടാ ഇല്ലടാ ഞാൻ വരുന്നില്ല. നീ എന്തിലേക്ക് ചെയ്യും? ഓ അല്ല പിന്നെ ഇത് കൊള്ളാലോ, വാങ്ങിച്ചാലോ. 2000 രൂപയോ? ബഡ്ജറ്റ് നിൽക്കൂല, വേറെ എന്തെങ്കിലും നോക്കാം. കളിയാ, ഞാൻ കുറേ ദിവസം ശ്രദ്ധിക്കണം, നീ ഞങ്ങളുടെ അടുത്ത് നമുക്ക് മാറി നിൽക്കുന്നുണ്ട്. എന്താ കാര്യം? ഒന്നുമില്ലടാ. എടാ ഞാനും നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറ, കാര്യം എന്താ വെച്ചാൽ പറ. എടാ അപ്പം വീട്ടിലിത്തിരി സീനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഇത്രയും കാലം നമ്മുടെ കൂടെ നടന്നപ്പോൾ ഒരു സീനിലായിരുന്നല്ലോ, വീട്ടുകാരെന്താ പറയണത്? വീട്ടിലിപ്പോഴൊന്നും പറയാറൊന്നുമില്ല, പക്ഷേ ഫിനാൻഷ്യലി ഇപ്പം ഭയങ്കര മോശമാടാ വീട്ടിലെ അവസ്ഥ. അച്ഛൻ്റെ സർജറി ആയി കഴിഞ്ഞതിന് ശേഷം അച്ഛന് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുടുംബത്തിലെ ഒരേ ഒരു ആൺതരി എന്ന നിലയ്ക്ക് കുടുംബത്തിൻ്റെ ഭാരം മൊത്തം ഇപ്പം എൻ്റെ തലയിലാണ്. എടാ ഇതൊക്കെ ഇത്ര വലിയ സീനാണോ? എടാ അനിയത്തി PG കഴിഞ്ഞിട്ട് നിൽക്കുക, കുറച്ച് നാളുകളെ കഴിഞ്ഞ് അവളെ ഇനി കെട്ടിച്ചു വരണം. പിന്നെ അച്ഛൻ്റെ മരുന്ന്, വീട്ടിലെ ദിവസമുള്ള ചിലവ്, ഇതൊക്കെ നോക്കിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ 2 ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. പിന്നെ ഇനി ട്രിപ്പും കോപ്പെന്ന് പറഞ്ഞ് എന്നെ വിളിക്കാൻ നിൽക്കരുത്, ഞാൻ വരുത്തില്ല. നീ വരുന്ന വഴിയാ? ഇതെന്താ ഇത്? ഷൂസ് കണ്ടറിയില്ലേ? നാളെ മുതൽ ഓടാൻ പോകുന്നുണ്ടോ? നീ ഇത് പിടി. പിന്നെ നീയല്ല ചേച്ചി. ഓ പിന്നെ 2 വയസ്സിന് മൂത്തോരം ചേച്ചി വിളിക്കാൻ നിർബന്ധമൊന്നുമില്ല. കൊറേ നാളായിട്ട് നാളെ വാങ്ങിക്കാം ഇന്ന് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടിരുന്നല്ലേ? അച്ചോ താങ്ക്സ്. അതെ, നീ ഭയങ്കര ടെൻഷനിലാണെന്ന് നിന്റെ കൂട്ടുകാരനെ കണ്ടത് പറഞ്ഞു. എന്താ സംഭവം? എന്താ? ഒന്നുമില്ല, ചുമ്മാ പറ്റിക്കാൻ. എന്നാലും പറ, എന്തോ ഉണ്ട്. ഒന്നുമില്ലാന്ന് പറ. കാര്യമൊക്കെ എനിക്കറിയാം. അച്ഛൻ കിടപ്പിലായെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ തലയിലെടുത്ത് വെച്ചിട്ട് മേലെടുത്ത് രാഘവൻ നായരാവാനല്ലേ? എടാ, ഈ കുടുംബത്തിലുള്ളവരുടെ ഉത്തരവാദിത്തം നിനക്കുള്ള പോലെ എനിക്കും ഉണ്ട്. എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയും അച്ഛനും അനിയനും അനിയത്തിയൊന്നും എൻ്റെ നല്ലതാവൂലല്ലോ. പിന്നെ അഞ്ജുവിന്റെ കല്യാണം അത് നമ്മൾ രണ്ടുപേരും കൂടെ നടത്തും, ഷെയർ ഇട്ടിട്ടോ. അതുപോലെ തന്നെ അച്ഛൻ്റെ ചികിത്സയുടെ കാര്യവും വീട്ടിലെ ചെലവിൻ്റെ കാര്യവും എല്ലാം നമ്മൾ ഷെയർ ഇട്ട് നടത്തും. അഞ്ജുവിന് ജോലി കിട്ടുമല്ലോ, അപ്പൊ അവളും കൂടെ ഷെയർ ഇട്ടോട്ടെ. പിന്നെ നിന്റെ കല്യാണത്തിന് എന്റെ സഹായം ഉണ്ടാവട്ടോ, നീ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരില്ല. ഈ കുടുംബത്തിലെ ആണുങ്ങൾ തന്നെ കുടുംബത്തിലെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നൊക്കെ പറയുന്ന കാലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി, ഗോൺ. താൻ ഈ സ്ത്രീ സമത്വം എന്നും പറഞ്ഞ് പ്രസംഗിച്ച് നടന്നപ്പോ ശരിക്കും തന്നെ പലപ്പോഴും ഞാൻ പൂജിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. I am proud of you. Thank you. Good girl. ഒരു താലിയൊക്കെ ഇട്ടോണ്ട് നടക്കാൻ കേട്ടോ. അതന്നെ താലി. നീ ഇപ്പോഴും ആ നൂറ്റാണ്ടിൽ തന്നെ, പഴയ നൂറ്റാണ്ടിൽ തന്നെ കിടക്കും. ആ കെട്ടിയം മേടിച്ച് പണയം ഇവനെ സഹായിക്കാമെന്ന് എന്നെ വേണം പറയാൻ.